കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സമാന്തര ശ്രേണിയെക്കുറിച്ചും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു അല്ലേ. അപ്പോൾ അതിലെ സമാന്തര ശ്രേണിയിലെ ഓരോ ടേംസിനും അതിൻ്റെ പൊസിഷൻസിനും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, നമുക്കതുകൊണ്ട് എന്തെങ്കിലും റിലേഷൻസ് കണ്ടെത്തി ഈസി ആയിട്ട് ആ അരിത്മെറ്റിക് സീക്വൻസിനെ അല്ലെങ്കിൽ സമാന്തര ശ്രേണി കണ്ടെത്താൻ പറ്റുമോ, അങ്ങനെയുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാനൊരു സമാന്തര ശ്രേണി പറയാം. ഇതിലെ ഫസ്റ്റ് പൊസിഷനിലുള്ളത് എന്താണ്? 19. സെക്കൻഡ് പൊസിഷനിലുള്ളത് എന്താണ്? 28. തേർഡ് പൊസിഷനിലുള്ളത് എന്താണ്? 37 അല്ലേ. അപ്പം ഇതൊക്കെ എന്താണ്? പൊസിഷനാണ് അല്ലേ, അതിൻ്റെ ഓരോ പൊസിഷനാണ്. ആ പദങ്ങളാണ് എന്ത്? ഇതതിൻ്റെ സ്ഥാനമാണ്, ഇതതിൻ്റെ പദമാണ് അല്ലേ, ടേമാണ് അല്ലേ. അപ്പോൾ ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് കൂട്ടി? ഇവിടെ 9 കൂട്ടി. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? 9 കൂട്ടി. അതായത് ആദ്യത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്താൻ എന്ത് കൂട്ടി? 9 കൂട്ടിയപ്പോഴാണ് എന്ത് വന്നത്? രണ്ടാമത്തെ പൊസിഷനിലേക്ക് എത്തിയത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇനി ഞാൻ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷനൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് 10ാമത്തെ പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ 10ാമത്തെ ടേം നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ ഞാൻ 3ാമത്തെ പദത്തിൻ്റെ കൂടെ നമുക്കറിയാം 3ാമത്തെ പദവും 10ാമത്തെ പദവും തമ്മിൽ എത്ര വ്യത്യാസം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എത്ര വ്യത്യാസമുണ്ട്? 10 - 3 7 അല്ലേ. 7 വ്യത്യാസമുണ്ട്. 7 പദങ്ങളുടെ 7 പൊസിഷനിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 3ാമത്തെ പദത്തിൻ്റെ കൂടെ 7 തവണ, ഓരോ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9. 7 തവണ എന്ത് ചെയ്യണം? 9 കൂട്ടണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10ാമത്തെ പദം കിട്ടുന്നത്. അതായത് 7 - 3 10 അങ്ങനെ ചിന്തിച്ചാലും മതി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ സംഖ്യ എന്നല്ല തുടങ്ങി. എനിക്കിനി ആദ്യത്തെ സംഖ്യ, ആദ്യത്തെ പദത്തിൽ നിന്നുള്ള അല്ലെ ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്നതിൽ നിന്നുള്ള വ്യത്യാസം കാണാം. നമ്മുടെ കയ്യിലുള്ളത് ആദ്യ പദമാണ്. അപ്പം എന്താ? 10 - 1 എത്രയാണ്? 9 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് എന്താണ്? 9 ഇൻറ്റു എത്രയാണ് പൊതു വ്യത്യാസം? 9. ഓക്കെ, ഇങ്ങനെ കണ്ടെത്തും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഇതിന് ഞാൻ nth ടേം വെച്ച് പറയണേ. nth ടേമിനെയാണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുത്തു? പല സ്കൂളുകളിലും പല രീതിക്കായിരിക്കും നൊട്ടേഷൻസ് കൊടുക്കട്ടെ. ചില ടീച്ചേഴ്സ് AN എന്ന് പറഞ്ഞു കൊടുക്കും, ചിലർ ഇതുപോലെ TN എന്ന് പറഞ്ഞു കൊടുക്കും. nth ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, ഏതെങ്കിലും ആ എന്നിൻ്റെ സ്ഥലത്ത് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, എന്ത് വേണമെങ്കിലും, nth 100ാമത്തെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പം nth ടേം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? T10 is equal to T1 plus 9 നമ്മളങ്ങനെയല്ലേ, 10 - 1 9. 9 ഇൻറ്റു ഈ 9 എന്തായിരുന്നു? അതിൻ്റെ പൊതു വ്യത്യാസമായിരുന്നു അല്ലേ, 9D. 90ാമത്തെ പദം കാണാൻ എങ്ങനെ നമ്മൾ ചെയ്യുക? ആദ്യത്തെ പദം നമുക്കറിയാം, പ്ലസ് നമുക്ക് ആദ്യത്തെ പദം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ 90 - 1 എത്രയാ? 89. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 89D അല്ലേ. അതെന്താണ്? ഇവിടെ എത്ര പറഞ്ഞോ അതിനേക്കാളും 1 കുറച്ചതാണ് ഇവിടെ. TN എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൻ്റെ കൂടെ n-1 ഇൻറ്റു പൊതുവ്യത്യാസം. അതായത് ഇവിടെ നമ്മൾ 10 ആയിരുന്നപ്പോൾ നമ്മളിവിടെ 9D അല്ലേ, 1 കുറച്ചത്. ഇവിടെ 90 ആണെന്നുണ്ടെങ്കിൽ 89D, 100 ആണെന്നുണ്ടെങ്കിൽ 99D. അപ്പോൾ എന്താ? TN is equal to T1 plus n-1 ഇൻറ്റു D. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം അല്ലേ, ഫസ്റ്റ് ടേം. ഇതെന്താണ്? കോമൺ ഡിഫറൻസ് അല്ലേ, അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. എന്താ? TN is equal to T1 plus n-1 ഇൻറ്റു D. ചില സ്കൂളുകളിൽ അതിനിങ്ങനെ എഴുതും, AN is equal to A1 plus n-1 ഇൻറ്റു D. എങ്ങനെ എഴുതിയാലും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇതാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അത് പഠിക്കുക, ഇതാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഇത് പഠിക്കുക. ഒരു വ്യത്യാസമല്ല. ഈ Tക്ക് പകരം ഞാൻ ടേംസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എളുപ്പത്തിന് ഞാൻ T1 എന്ന് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് A1 A2 എന്ന് പറയുന്ന രീതിക്ക് കൊടുക്കണം. എങ്ങനെ എഴുതിയാലും ഇക്വേഷൻ കറക്റ്റാണ്, നിങ്ങൾക്ക് മാർക്കും കിട്ടും. ഓക്കെ, ഇനി ഞാൻ വേറൊരു സമാന്തര ശ്രേണി പറയാം. 91 82 73 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാമത്തെ പദം കാണാൻ പോവുകയാണെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര വരിക? 82 - 91 എത്രയാണ്?
-9 അല്ലേ? അതായത് കുറഞ്ഞാണ് ശ്രേണി ചെറുതായാണ് വരുന്നത് അല്ലേ? കുറഞ്ഞാണ്. അപ്പം -9 ആണ് ഇവിടുത്തെ എന്ത് പൊതുവ്യത്യാസം. ഇനി നമുക്ക് ഇതിലൊരു 10ാമത്തെ പദം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? T10 is equal to ആദ്യ പദം പ്ലസ് n-1. അപ്പോൾ 9 × -9. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? ഈ പ്ലസിന് പകരം മൈനസ് ആക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. ഈ പ്ലസ് ആണോ മൈനസ് ആണോ പ്ലസ് ആണോ അങ്ങനെ ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൽ ഈ പൊതുവ്യത്യാസം വരുന്നിടത്ത്, അതായത് നിങ്ങളുടെ ഇക്വേഷൻ Tn is equal to T1 plus n-1 into d എന്നാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഈ ഡി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ആകാം. നിങ്ങൾക്ക് മൈനസ് ആണ്, നിങ്ങൾ നെഗറ്റീവ് ആണ് നിങ്ങളുടെ പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. ഈ ഡിയുടെ അവിടെ ഒരു നെഗറ്റീവ് നമ്പർ വരും, അത്ര വ്യത്യാസമുള്ളൂ, കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ T10 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? T10 is equal to T1 plus 9 into -9 അല്ലേ? അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 91 ആയിരുന്നു. പ്ലസ് 9 81 മൈനസ് 81 ആണ്. ഈ മൈനസ് ഇങ്ങോട്ട് പോയാൽ ഈ പ്ലസിൻ്റെ ഇടയ്ക്ക് പോയാൽ മൈനസ് ആവും. അപ്പോൾ 91 മൈനസ് 81 10. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യമാണ് കേട്ടോ. 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25th പദം ഏതാണ്? അതായത് വാട്ട്സ് ദ 25th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21. 1, 11, 21 എക്സെട്ര. ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ 25ാം പദം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് T1 എത്രയാണ്? 1 ആണ്. ഡി എത്രയാണ്? ഡി എങ്ങനെയാണ് കാണാം? 11 മൈനസ് 1 എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? T25 ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ T1 1 ആണ്. 1 പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 24 അല്ലേ? 24 ഒന്ന് പോയി 25 ഒന്ന് പോയി 24 ഇൻറ്റു 10 ആണ്. അപ്പോൾ 1 പ്ലസ് 240 വിച്ച് മീൻസ് 241. 241 ആണ് നമ്മുടെ 25ാം പദം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ 10ാമത്തെ പദം 46ഉം 11ാമത്തെ പദം 51 ആണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടി. അടുത്തടുത്ത 2 പദം കിട്ടി, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ശ്രേണിയിലെ 1ാമത്തെ പദം എത്രയാണ്? സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. എളുപ്പമല്ലേ? അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് T11 എന്ന് പറയുന്നത് 51 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ശ്രേണി, അപ്പോൾ നമുക്കിതിന് ഡി ആണ് കാണാം. ഡി ഈസ് ഈക്വൽ ടു 51 മൈനസ് 46 എത്രയാണ്? 5. ഇനി നമുക്ക് എന്താ ഫസ്റ്റ് ടേമാ കാണേണ്ടത്? നമുക്കറിയാം Tn is equal to T1. ഇത് ഓരോ തവണ എഴുതുന്നത് നല്ലതാണ് കേട്ടോ, തെറ്റാതിരിക്കാനും. പിന്നെ ഈ ഇക്വേഷൻ എഴുതിയാലും നമുക്ക് ഇപ്പം എന്തെങ്കിലും ബാക്കി തെറ്റിപ്പോയാലും ഇക്വേഷൻ എഴുതിയുകൊണ്ട് നമുക്ക് മാർക്ക് തരും. ഓക്കെ, n-1 into d. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് അറിയാത്തത്, പക്ഷെ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണത്തെ Tn ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ ഈ T10നെ Tn ആയിട്ട് സങ്കല്പിച്ചു. അപ്പോൾ Tnൻ്റെ സ്ഥലത്ത് ഞാൻ എന്ത് കൊടുത്തു? T10 എന്ന് കൊടുത്തു. T1 നമുക്കറിയില്ല. n-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മൈനസ് 1 9. ഡി നമുക്കറിയുകയും ചെയ്യാം അല്ലേ? അപ്പോൾ T10 എത്രയാണ്? 46. T1 നമുക്കറിയില്ല. 9 ഇൻറ്റു ഡി എത്രയാണ്? 5 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇതിൽ നിന്ന് T1നെ ഇവിടെ നിർത്തി ബാക്കിയുള്ള പ്ലസ് 95 45നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 46ൻ്റെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ 46 മൈനസ് 45 എന്താണ്? T1 ആണ്. എന്ന് വെച്ചാൽ എത്രയാണ്? T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ ആദ്യ പദം എത്രയാണെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഫസ്റ്റ് ടേമിൻ്റെ ഉത്തരം കിട്ടി. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ 5 പദങ്ങൾ കാണാം. 1ാം പദം 1 ആണെന്ന് കിട്ടി. പൊതുവ്യത്യാസം 5 ആണ്. അപ്പോൾ 6 പ്ലസ് 5 കൂട്ടി എഴുതുമ്പോൾ 11 16 21. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 100 95 90 എന്ന സമാന്തര ശ്രേണിയിൽ 21ാമത്തെ പദം പൊതുവ്യത്യാസം d is equal to 95 മൈനസ് 100. അപ്പോൾ എത്രയാണ് അതിൻ്റെ പൊതുവ്യത്യാസം വരുന്നത്?
-5 ആണ്. പൊതുവ്യത്യാസം നെഗറ്റീവാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ് അല്ലേ? തന്നൊക്കെ എടുത്തെഴുതുക, ഇക്വേഷൻ എഴുതുക. En is equal to T1 plus n-1 into D. അപ്പോൾ Tn എത്രയാണ് നമുക്ക് കണ്ടെത്താൻ? T21 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 21ൻ്റെ -1 എത്രയാണ്? 20 ഇൻറ്റു പൊതുവ്യത്യാസം -5 ആണ്. മൈനസ് ഇടാൻ മറന്നു പോയത് കേട്ടോ. അപ്പോൾ 100 പിന്നെ എത്രയാണ്? 20 ഇൻറ്റു 5 ആയി 2 10 പ്ലസ് -100 എന്നുവെച്ചാൽ എത്രയാണ്? 0 അല്ലേ? അപ്പോൾ നമുക്ക് 21ാം പദം എന്താണെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി 4ാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 10th ടേം എന്ന് പറയുന്നത് 56 ആണ്. ഇനി 11ാം പദം പൊതുവ്യത്യാസം കിട്ടി 51 അല്ലേ? പൊതുവ്യത്യാസം 51 അല്ല, 11ാമത്തെ ടേം 51 കിട്ടി. അപ്പോൾ അടുത്തടുത്ത് 2 ടേം കിട്ടി, എന്തായി? പൊതുവ്യത്യാസം കിട്ടി. ഓക്കെ, അതിൽ ആദ്യത്തെ പദം ഏതാണ്? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ഡി എന്ന് പറഞ്ഞാൽ എന്താ? 51 - 56 -5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ആദ്യ പദമാണ്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണത് ഞാൻ വേണേൽ ഇപ്പോൾ T10 ആണ് ഇപ്പോൾ എടുത്തത്, വേണേൽ T11 എടുക്കാം കേട്ടോ. ഓക്കെ, ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ T10 എന്ന് പറഞ്ഞാൽ T1 + 9D ആണ്. അപ്പോൾ T10 എത്രയാണ്? 56 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു T1 + 9 into -5. ഓക്കെ, അപ്പോൾ 56 T1 പ്ലസ് എല്ലാം ഇവിടെ മൈനസ് ആണ്. 95 45. അപ്പോൾ 56 + 45 വിച്ച് ഈസ് ഈക്വൽ ടു T1 വന്നു. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 101. ഇനി അടുത്ത ആദ്യത്തെ 5 ടേംസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 101. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.